ജനം വിശുദ്ധനെന്ന് വിളിക്കുന്ന ഈ മനുഷ്യനെ തകർക്കാൻ പറ്റിയ അവസരം കൈവന്നിരിക്കുന്നുവെന്ന സന്തോഷത്തോടെ അവിശ്വാസിയായ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ തീർച്ചയായും ഒരു ക്രിസ്തുമത വിശ്വാസിയാകുവാൻ ഒരുക്കാണ്. വിശുദ്ധ കുർബാനയുടെ മുൻപിൽ ആദരവോടെ മുട്ടുമടക്കി ഒരിക്കൽ ടോൾട്ടോസ് എന്ന സ്ഥലത്ത് വിശുദ്ധൻ പരിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യത്തെക്കുറിച്ചിട്ട് വളരെ തീഷ്ണതയോടെ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവിശ്വാസിയായ ഒരു മനുഷ്യൻ അന്തോണിയെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, കൊള്ളാം, നിങ്ങൾ കുറേ നേരമായിട്ട് എന്തൊക്കെയോ അസംബന്ധം പുലമ്പുന്നു. നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ വിശുദ്ധ കുർബാനയുടെ ശക്തി ഈ ജനത്തിൻ്റെ മുൻപിൽ വെച്ചിട്ട് എനിക്ക് ബോധ്യപ്പെടുത്തി തരൂ. അല്ലാത്ത പക്ഷം ഇതെല്ലാം തങ്ങളുടെ വാചക കസർത്തായിട്ടേ കാണാനാവൂ. പരിഹാസത്തോടെ അയാൾ അന്തോണിയെ നോക്കി. ജനക്കൂട്ടത്തിനിടയിൽ വിജയശ്രീലാളിതനായി നിന്നിട്ട്, സഹോദര, തീർച്ചയായും വിശുദ്ധ കുർബാന മനുഷ്യപുത്രന്റെ സജീവ സാന്നിധ്യം കുടികൊള്ളുന്ന കൂദാശയാണ്. വിനയത്തോടെ അന്തോണി ഇത് മറുപടി പറയുകയായിരുന്നു. ജനം വിശുദ്ധനെന്ന് വിളിക്കുന്ന ഈ മനുഷ്യനെ തകർക്കാൻ പറ്റിയ അവസരം കൈവന്നിരിക്കുന്നുവെന്ന സന്തോഷത്തോടെ അവിശ്വാസിയായ ആ മനുഷ്യൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ കഴുതയെ 3 ദിവസം തീറ്റയും വെള്ളവും കൊടുക്കാതെ എൻ്റെ തൊഴുത്തിൽ കെട്ടിയിടാം. അതിനുശേഷം ഈ കാണുന്ന ജനത്തിൻ്റെ മുമ്പാകെ ഞാൻ എൻ്റെ കഴുതയെ കൊണ്ടുവന്ന് അതിനു മുമ്പിൽ തീറ്റ കൊടുക്കാം. നിങ്ങൾ പ്രഘോഷിച്ച വിശുദ്ധ കുർബാനയുമായിട്ട് നിങ്ങളും കഴുതയുടെ മുമ്പിൽ വരണം. കഴുത ഞാൻ കൊണ്ടുവന്ന തീറ്റയെ നിരാകരിച്ച നിങ്ങളുടെ ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് അവകാശപ്പെടുന്ന അപ്പത്തെ ആരാധിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും ഒരു ക്രിസ്തുമത വിശ്വാസിയാകുവാൻ ഒരുക്കാണെന്ന്. ജനം കൈയടിച്ച് ഈ അഭിപ്രായം സ്വീകരിച്ചു. വിശുദ്ധന്റെ നാവടക്കി എന്ന ആത്മസംതൃപ്തിയോടെ നിൽക്കുന്ന ആ മനുഷ്യരെ നെറ്റിച്ചുകൊണ്ട് അന്തോണി ആ വെല്ലുവിളി ഏറ്റെടുക്കുകയായിരുന്നു. അതിനായുള്ള ദിവസം നിശ്ചയിച്ചുകൊണ്ട് ജനം പിരിഞ്ഞു. നിശ്ചിത ദിവസം ജനം ഒരുമിച്ച് കൂടുകയും അവിശ്വാസിയായ ആ മനുഷ്യൻ പട്ടിണി കിടന്ന് അവശനായ തൻ്റെ കഴുതയുമായി തെരുവിലെത്തി. 100 കണക്കിന് വിശ്വാസികളും അവിശ്വാസികളും അവിടെ ഒരുമിച്ച് കൂടിയിരുന്നു. വിശുദ്ധന്റെ പതിവ് പോലെയുള്ള തൻ്റെ പ്രാർത്ഥനയ്ക്കും ദിവ്യബലിക്കൊക്കെ ശേഷം വിശുദ്ധ കുർബാന കൈകളിൽ ഏന്തിയിട്ട് ശാന്തനായി കഴുതയുടെ മുൻപിലെത്തി. ജനം ശ്വാസം അടക്കി നോക്കി നിൽക്കുകയായിരുന്നു. ഏറ്റവും ആദരവോടെ വിശുദ്ധ കുർബാനയുമായി കഴുതയുടെ മുമ്പിൽ നിന്നുകൊണ്ട് വിശുദ്ധ അന്തോണീസ് പറഞ്ഞു, എൻ്റെ കൈകളിൽ വഹിക്കുവാൻ എനിക്ക് യോഗ്യതയില്ലാത്ത, എന്നാൽ ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദിവസവും ഒരപ്പത്തിൻ്റെ രൂപത്തിൽ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്ന നിന്നെപ്പോലെ എല്ലാ സൃഷ്ടികളുടെയും നിയതാവായ ദൈവത്തിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, അവിശ്വാസികൾ സത്യവിശ്വാസത്തിലേക്ക് കടന്നു വരുവാനും കർത്താവായ യേശു ക്രിസ്തുവാണ് ലോകത്തിൻ്റെ രക്ഷകനെന്ന് എല്ലാവരും അറിയുവാനുമായിട്ട് ക്രിസ്തുവിൻ്റെ സജീവ സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ഈ വിശുദ്ധ കുർബാനയെ വണങ്ങി നീ ദൈവത്തിന് സാക്ഷ്യം നൽകുക. ഇതേ സമയം തൻ്റെ കഴുതയുടെ ഉടമസ്ഥനായ അവിശ്വാസിയായ ആ മനുഷ്യൻ തൻ്റെ കഴുതയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തീറ്റ അതിന് മുൻപിൽ ഇട്ടുകൊടുത്തു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പട്ടിണി കിടന്ന ആ മൃഗം ഭക്ഷണത്തെ നോക്കിയില്ല എന്ന് മാത്രമല്ല, വിശുദ്ധ കുർബാനയുടെ മുൻപിൽ ആദരവോടെ മുട്ടുമടക്കി. ഏതോ ദൈവിക നിർവൃതിയിൽ അലിയുന്ന ഒരു സാധകന്റെ ശാന്തതയുണ്ടായിരുന്നു ആ മൃഗത്തിന്റെ മുഖത്തിൽ നിന്ന്. ഇത് കണ്ട് വിശ്വാസികൾ ആർപ്പ് വിളികളോടെ ദൈവത്തിന് നന്ദി പറയുകയായിരുന്നു. അവിശ്വാസികൾ അത്ഭുതത്തോടെ നിലകൊണ്ടു. കഴുതയുടെ ഉടമസ്ഥനായ അവിശ്വാസിയായ മനുഷ്യന്റെ കണ്ണുകൾ പശ്ചാത്താപത്താൽ നനയുവാൻ തുടങ്ങി എന്ന് പറയുന്നത്. സകല ജനങ്ങളുടെയും മുമ്പാകെ അദ്ദേഹം തൻ്റെ അവിവേകത്തിന് മാപ്പ് പറയുകയും വിശുദ്ധ കുർബാനയിലുള്ള യേശു സാന്നിധ്യം ഏറ്റുപറയുകയും ചെയ്തു. പിന്നീട് മരണം വരെ അദ്ദേഹം ക്രിസ്തുവിലുള്ള ഉറച്ച വിശ്വാസത്തിലും ഇളകാതെ ജീവിച്ചു എന്നാണ് ചരിത്രം പിന്നെ വ്യക്തമാക്കുന്നത്.